പറഞ്ഞാൽ അത്ര ഈസി അല്ല. സർവൈവൽ ഗെയിമാണ്, റിയാലിറ്റി ഷോ ആണ്. എല്ലാ രീതികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ്, അർഹതപ്പെട്ട ആൾക്ക് തന്നെയായിരിക്കും. ഈ അനുമോളുടെ കയ്യിൽ ആരട്ടം നോക്കിയപ്പോൾ ലക്ഷ്മി ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലെ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. പ്രഷർ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് 100 ദിവസം തികയ്ക്കാന്ന് പറഞ്ഞാൽ 100 ദിവസം തികച്ച 5 പേരും അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ വിന്നർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം. ആ സന്തോഷ പ്രകടനം എന്തായാലും ഉണ്ടാവും. ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നതോടെ ഞാൻ പണ്ടും ബോധേഡല്ല, ഇപ്പോഴും ബോധേഡല്ല. അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം, എനിക്ക് പ്രശ്നമില്ല. ലക്ഷ്മിക്ക് എപ്പോഴാണ് തോന്നിയത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നതോ? അനുമോളുടെ ഗെയിമാണ് കറക്റ്റ്, വേറൊരാളുടെ തെറ്റൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാൾ മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കതിന് തെറ്റ് തോന്നി, ഞാൻ ഇടപെട്ടു. ഞാൻ അനുമോളുടെ അടുത്ത് ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം വളരെ അധികം ക്ലോസ് ആയിട്ട്. ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുണ്ടാവില്ല. എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത്. പക്ഷേ റീ എൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടിവേറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് അതൊരു ശരികേട് തോന്നി, ഞാൻ ഇടപെട്ടു. അത്രയും ചെയ്തിട്ടുണ്ട്. ഈ റീ എൻട്രിയിൽ ട്രെൻഡിങ് ആയത് ലക്ഷ്മിയുടെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? ശൈത്യമൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നല്ലോ, എനിക്ക് വേറൊരാളുടെ കാര്യം അറിയത്തില്ല. റീ എൻട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യാതിരുന്ന് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താന്നുള്ള എൻ്റെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ശൈത്യയുടെയും വിൻസിയുടെ ഒക്കെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അനുമോൾക്ക് ഭയങ്കരമായിട്ട് വോട്ടിംഗ് കൂടിയ പോലെ തോന്നുന്നു. അതിനകത്ത് ഇപ്പോൾ അവർ വീടിനുള്ളിലിരിക്കുന്ന ആൾ പുറത്തെ ഒരു കാര്യവും അറിയാതെയാണോ അതിനകത്ത് ജീവിക്കുന്നത്. പുറത്തെ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല. അവരെന്ത് പറയാനാണ് അതിനെക്കുറിച്ച്? അതുകൊണ്ട് അത് എന്താ ചെയ്തതെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്, എന്തിനാ അങ്ങനെ ചെയ്തത്. ബുദ്ധിമുട്ടല്ലാതെ വോട്ടിങ്ങിൻ്റെ അനുസരിച്ചാണല്ലോ. വോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് വോട്ടിംഗ് വരുന്നത്. ആൾക്കാരുടെ സ്നേഹം, ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ സ്നേഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പോൾ അതിനകത്ത് യാതൊരു ഇതും ഇല്ല. അതിൽ അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ട് എല്ലാവരും ഗെയിം അനുസരിച്ചാണ് ഇരിക്കുന്നത്. എനിക്കതിനകത്ത് അഭിപ്രായമില്ല. ഗെയിമാണ്, ഗെയിം കഴിഞ്ഞു, ഞാനത് ഗെയിമായിട്ട് കാണുന്ന ഒരാളാണ്, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഫേക്ക് ആണോ ഇന്നാളോ അങ്ങനെയാണോ അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല. കുറച്ച് ഞാനൊരു ഹോണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയുന്നത്, മൂക്ക് ഒത്തിരി നീണ്ട, നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കൽ ശരി. സ്വന്തം കമ്മ്യൂണിറ്റി ആള് തന്നെ മോശമായിട്ട് പറഞ്ഞാണൊക്കെ എനിക്ക് തോന്നുന്നത്. ഒരു മഴവില്ല് എന്നുള്ളൊരു വാക്ക്, ഹി ക്യാൻ ബി മോർ റെസ്പെക്ട്ഫുൾ, അത് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേയും പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു അഭിഷേകം ഉണ്ടല്ലോ, അഭിഷേകം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയാൽ കൊള്ളാം അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ അനിയനെക്കുറിച്ച്, എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എൻ്റെ അനിയൻ അതിന് പ്രതികരിക്കും. അപ്പോൾ ഇങ്ങനല്ല, ഒരാൾ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനൊന്നും അല്ല പെരുമാറേണ്ടത്. ഐ തിങ്ക് ഇറ്റ്സ് റോങ്. ഒന്നാമത് ശോഭ സർക്കാസമാണ് ഉദ്ദേശിച്ചെങ്കിൽ കോമഡി ആയിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. ചെക്കിൻ്റെത് ഞാൻ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു. കാരണം 2 സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ. ആക്ച്വലി എൻ്റെ PR എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം. വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ്. അങ്ങനെ ഇപ്പോൾ